അപ്പോൾ നാളത്തെ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം 15 മിനിറ്റ് ക്യാൻഡലിൽ ഏകദേശം ഒരു നല്ലൊരു അപ്പ് ട്രെൻഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ബട്ട് അതനുസരിച്ച് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാര്യം തൊട്ട് മുകളിൽ തന്നെ നമ്മളൊരു ഡൗൺ ട്രെൻഡിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ. സോ ഒന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കുക, 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഡൗൺ ട്രെൻഡ് തന്നിട്ടാണ് മേലോട്ട് പോയത്. ഇവിടെ വെച്ച് നമുക്കൊരു അപ്പ് ട്രെൻഡ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേഷനാണ്. ഈ ട്രെൻഡ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ, പക്ഷേ ഈ ട്രെൻഡ് ഇവിടെ ഉണ്ട്. സോ അതൊന്ന് കൺഫേം ചെയ്യണം. എങ്ങനെയാണ് ടൈം ചാർട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് ഇവിടം വരെ ടൈം ചാർട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഏകദേശം ഇവിടെ നിന്ന് ഡൗൺ ട്രെൻഡ് നമുക്ക് ഇവിടം വരെ കിട്ടി, ആൻഡ് ഇവിടം വരെ ഒരു അപ്പ് ട്രെൻഡ് കിട്ടി. അവിടെ നിന്ന് പിന്നെ താഴോട്ട് പോകാനുള്ള ഇൻഡിക്കേഷനാണ്. ബട്ട് അവിടെ നിന്ന് ഈ സപ്പോർട്ടിൽ ഇവിടം വരെ ഒരു അപ്പ് ട്രെൻഡ് കിട്ടി. സോ ഈ ടൈം ചാർട്ട് വരുമ്പോൾ എന്താണ് ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിലേക്കാണോ ഏത് തരത്തിലുള്ള റെസിസ്റ്റൻസിലേക്കാണോ അത് പോയി എത്തുന്നത് അത് ഫോളോ ചെയ്യും. മീനിങ് ആ റെസിസ്റ്റൻസ് കിട്ടിയത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് വരും. സോ ഇവിടെ വെച്ച് നമുക്കൊരു നല്ലൊരു സെൽ ഓപ്ഷൻ വാങ്ങിക്കാറ്. സെൽ ഓപ്ഷൻ പറയുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൽ ഓപ്ഷൻ ഉള്ളത് ഇതാണ് 23,900 കോൾ പുട്ട് ഓപ്ഷൻ. സോ നമുക്കിവിടെ കാണാം 23,900 പുട്ട് ഓപ്ഷൻ വളരെ ഒരു ഡൗൺ ട്രെൻഡിലാണത് വന്നത് സ്റ്റാർട്ട് ചെയ്തത്. സോ അറൗണ്ട് ഒരു 9:45 ഒക്കെ ആയപ്പോഴാണ് അത് റെസിസ്റ്റൻസ് അത് പോയി ഹിറ്റ് ചെയ്തത്. ഇവിടെ നോക്കാം 9:45 എന്താ ഇവിടെ സംഭവിച്ചത്. 9:45 ഇവിടെ ഒരു 32 നിൽക്കാം ഓൾമോസ്റ്റ്. അവിടെ നിന്ന് അപ്പ് ട്രെൻഡ് കിട്ടി ഏകദേശം ഒരു 10:30 ഒക്കെ ആയപ്പോൾ റഫ്ലി ഒരു 43% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാമായിരുന്നു. 43-50% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അത്രയും പ്രോഫിറ്റബിളാണ് 43%, 50% എന്നൊക്കെ പറഞ്ഞത്. ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ. ആൻഡ് നാളത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ നാളെ ഇത് കണ്ടോ, ഇവിടെ നമുക്കൊരു അത്യാവശ്യം ഒരു നല്ലൊരു എന്താ പറയുക മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ പോലെ ഇവിടെ ഫോമാറ്റ് ഉണ്ട്. സോ അതൊരു ഇൻഡിക്കേഷൻ ഡൗൺ ട്രെൻഡ് തന്നെയാണ്. താഴോട്ട് പോയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ഇൻഡിക്കേഷൻ തന്നിട്ട് താഴോട്ട് പോകുന്ന ചാൻസ് കൂടുതൽ. ബട്ട് നമുക്കിവിടെ ഒരു അപ്പ് ട്രെൻഡും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കാണാം രണ്ട് തരത്തിലുള്ള ഡൗൺ ട്രെൻഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു അപ്പ് ട്രെൻഡും ഡൗൺ ട്രെൻഡും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതായത് നാളെ ഞാനിവിടെ കാണാം സപ്പോർട്ടും റെസിസ്റ്റൻസൊക്കെ ഞാൻ കുറേ വരച്ചിട്ടുണ്ട്, വളരെയധികം വരച്ചിട്ടുണ്ട്. അറിയാം അത് കൂടുതലാണെന്നുള്ള കാര്യം എനിക്കറിയാം. എനിഹൗ നാളെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എന്താ പറയുക ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ നമുക്ക് നാളെ എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു കൺസോൾട്ടേഷൻ. സോ ഈ ഒരു ട്രെൻഡ് തന്നെ നാളെ മേളിലേക്ക് താഴോട്ട് കിട്ടാം. രണ്ടും ഏകദേശം ഒരേപോലെ നിൽക്കും. ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു അപ്പ് ടു ബോട്ടം നാളെ എക്സ്പെക്ട് ചെയ്യാം. സോ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ താഴെ ഇവിടെ ഓപ്പൺ ചെയ്താലും അപ്പ് ട്രെൻഡ് കിട്ടും. ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്താലും ചെറിയൊരു അപ്പ് ട്രെൻഡ് കിട്ടിയിട്ടേ മേലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ഒന്ന് നോക്കി വെക്കുക. ആൻഡ്